കൂട്ടുകാരെ, അപ്പൊ നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം എഴുതാമെന്ന് പറഞ്ഞിട്ടാണ്. അവിടെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിൽ നിന്നാണ് ചോദ്യങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അപ്പൊ ആ ഒരു വരി നിങ്ങൾ ശ്രദ്ധിച്ചോണം. മാതൃഭാഷയിലൂടെയാണ്. അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക് മാതൃഭാഷ, അതും ശ്രദ്ധിക്കുക. മലയാളം വെറുമൊരു ഭാഷ മാത്രമല്ല, അത് കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും നമ്മുടെ ജീവിത രീതിയും കൂടിയാണ്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണെങ്കിലും സ്വന്തം ഭാഷയെ മറന്നുകൊണ്ടുള്ള ഒന്നാകരുത് അത്. മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റേത് ഭാഷയിലും വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് മലയാളം തെറ്റുകൂടാതെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും നമ്മൾ ഓരോരുത്തരും ശീലിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് മാതൃഭാഷയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് ഏത് ഭാഷയിലൂടെയാണ്? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമ്മുടെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഉണ്ട്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അപ്പൊ ആൻസർ ഏതാണ്? മാതൃഭാഷ എന്നുള്ളതാണ്. അപ്പൊ അത് ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കാം. എ വിദേശ ഭാഷ, അതാണോ? അല്ല. ബി ആംഗ്യ ഭാഷ, അതാണോ? അല്ല. സി മാതൃഭാഷ. അപ്പൊ അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ സി മാതൃഭാഷ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, മാതൃഭാഷയുടെ മാധുര്യത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ അതും നമ്മൾ വായിച്ചു നോക്കുക. ഇതാ കൊടുത്തിട്ടുണ്ട്. ബാക്കി നോക്കിക്കേ. അമ്മയുടെ സ്നേഹം പോലെയാണ് നമുക്ക് മാതൃഭാഷ എന്ന് പറഞ്ഞു അല്ലെ, രണ്ടാമത്തെ സെന്റൻസിൽ. അപ്പൊ അവിടെ തന്നെ ഉത്തരവുണ്ട്. മാതൃഭാഷയുടെ മാധുര്യത്തെ എങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? അമ്മയുടെ സ്നേഹം പോലെ. അപ്പോൾ ഓപ്ഷൻ എയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ സ്നേഹം പോലെ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും ജീവിത രീതിയും അടങ്ങിയിരിക്കുന്ന ഭാഷ ഏതാണ്? അതും അവിടെ അതുപോലെ കൊടുത്തിട്ടുണ്ട്. ആ ലൈൻ എവിടെയാണെന്ന് നോക്കിക്കേ. കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും നമ്മുടെ ജീവിത രീതിയും കൂടിയാണിത്. അപ്പൊ ഏതിനെയോ കുറിച്ച് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് ഫ്രണ്ടിലത്തെ സെന്റൻസ് കൂടെ നോക്കുക. എന്താ? മലയാളം വെറും ഒരു ഭാഷ മാത്രമല്ല അത്. അപ്പൊ മലയാളത്തെയാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി മലയാളം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ മലയാളത്തെയാണ് കേരളത്തിന്റെ സംസ്കാരവും ചരിത്രവും ജീവിത രീതി അടങ്ങിയിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം കേരളത്തിന്റെ സംസ്കാരം, നമ്മൾ മലയാളികൾ അല്ലേ കേരളത്തിലുള്ളത്. അപ്പൊ മലയാളം ഒന്ന് അല്ലാത്തത് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാനും പറ്റും. ഓക്കെ, ഇനി അടുത്ത ഡി ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ലേഖനത്തിന്റെ പ്രധാന ആശയം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അവിടെ തന്നിരിക്കുന്ന ആ ലേഖനത്തിന്റെ ആശയം ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ കവിതകൾ എഴുതണം, അങ്ങനെയാണോ പറയുന്നത്? ഇല്ല. ബി ഇംഗ്ലീഷ് പഠനം ഒഴിവാക്കുക എന്നാണോ പറയുന്നത്? അല്ല, ഇംഗ്ലീഷ് പഠനം ഒഴിവാക്കാൻ പറയുന്നില്ല. അതിന്റെ കൂടെ നമ്മൾ മാതൃഭാഷയെ സ്നേഹിക്കണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സി മാതൃഭാഷയെ സ്നേഹിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. മാതൃഭാഷയെ സ്നേഹിക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഈ ക്വസ്റ്റ്യൻ, മാതൃഭാഷയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? അവിടെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പ്രസ്താവന 1, 2, 3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ശരിയായത് ഏതുമായിട്ട് ബന്ധപ്പെട്ട? മാതൃഭാഷയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രസ്താവന 1 എന്താ പറയുന്നത്? അമ്മയുടെ സ്നേഹം പോലെയാണ് മാതൃഭാഷ. അവിടെ നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞു അല്ലെ, അമ്മയുടെ സ്നേഹം പോലെയാണെന്ന്. അപ്പൊ അത് ശരിയാണ്. ഇനി രണ്ടാമത്, മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, മാതൃഭാഷയിൽ നല്ല അടിത്തറയുള്ള കുട്ടികൾക്ക് മറ്റു ഭാഷകൾ പഠിക്കാൻ എളുപ്പമാണെന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ പഠിച്ചത്. അപ്പോ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന എന്താ? നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഏറ്റവും മനോഹരമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത് മാതൃഭാഷയിലൂടെയാണ്. അത് ശരിയല്ലേ? തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം പ്രസ്താവന 1, പ്രസ്താവന 3 എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി പ്രസ്താവന 1ഉം 3ഉം ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 2ന്റെ എ ക്വസ്റ്റ്യൻ, കുറിപ്പ് തയ്യാറാക്കാനാണ്. എന്താ? കഥ പറച്ചിലിന്റെ സൗന്ദര്യം മാതൃഭാഷയിലൂടെ അനുഭവിപ്പിക്കുന്നു എന്നതാണ് ചെറുകഥയുടെ സവിശേഷതകളിൽ ഒന്ന്. അപ്പൊ ചെറുകഥ അതിന്റെ സവിശേഷതകളിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രസ്താവനയെ അർത്ഥവത്താക്കുന്ന ഒന്നാണല്ലോ ശന്തനുവിന്റെ പക്ഷികൾ, അതൊരു ചെറുകഥയാണ് എന്ന കഥ. ഈ കഥ വായിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവവും മനസ്സിൽ രൂപപ്പെട്ട ചിന്തകളും പങ്കുവെച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പൊ കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? നമുക്കുണ്ടായ
നമുക്കുണ്ടായ അനുഭവം, ആ കഥ, ശന്തനുവിന്റെ കഥകൾ വായിച്ചു, സക്കറിയയുടെ അല്ലെ. അപ്പൊ ആ കഥ വായിച്ചപ്പോൾ നമുക്കുണ്ടായ അനുഭവവും മനസ്സിൽ രൂപപ്പെട്ട ചിന്തകളും ഉൾപ്പെടുത്തിക്കൊണ്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു മോഡൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ എടുത്തെഴുതുവാണ്, ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എടുത്തെഴുതുവാണ്. ചെറുകഥകളുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് മാതൃഭാഷയിലൂടെ അനുഭവവേദ്യമാകുന്ന കഥ പറച്ചിലിന്റെ സൗന്ദര്യം. സക്കറിയയുടെ ശന്തനുവിന്റെ പക്ഷികൾ എന്ന കഥ വായിക്കുമ്പോൾ ഈ സൗന്ദര്യവും ആഴത്തിലുള്ള അനുഭവവുമാണ് എന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എന്തെന്ന് പറഞ്ഞു. ഇനി എന്താണ്? സ്വപ്നത്തിൽ കാണുന്ന മനോഹരങ്ങളായ പക്ഷികളും അവ ശന്തനുവിൽ ഉണ്ടാക്കുന്ന വികാര വിചാരങ്ങളുമാണ് കഥയുടെ കാതൽ, അതായത് കഥയിലെ പ്രധാന സംഭവം. മാതൃഭാഷയിലെ ലളിതവും വായനക്കാരന്റെ ഉള്ളിൽ തട്ടുന്നതുമായ ശൈലിയിലൂടെയാണ് ശന്തനുവും പക്ഷികളും തമ്മിലുള്ള ആത്മബന്ധം കഥാകൃത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മളും ശന്തനുവിനൊപ്പം ആ പക്ഷികളെ സ്നേഹിച്ചു തുടങ്ങും. പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹവും കരുതലുമാണ് ഈ കഥ എന്നിൽ ഉണർത്തിയ പ്രധാന ചിന്ത. അപ്പൊ ചിന്തയെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെയും പ്രകൃതിയെയും കരുതേണ്ടതിന്റെ പ്രാധാന്യം കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം മാതൃഭാഷയിൽ വായിക്കുമ്പോൾ മാത്രമേ ഇത്തരം അനുഭവങ്ങൾ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഹൃദയത്തിൽ പതിക്കുകയുള്ളൂ. ഇനി നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടായ എന്തെങ്കിലും അനുഭവം എഴുതാൻ. ഞാനിവിടെ അനുഭവം ഒരു ലഘുവായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അനുഭവം ഇവിടെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അതനുസരിച്ച് എഴുതാം. ഓക്കെ, ലളിതമായ വാക്കുകൾ കൊണ്ട് വലിയൊരാശയവും മനോഹരമായ അനുഭവവും നൽകാൻ കഴിഞ്ഞു എന്നതാണ് ഈ കഥയുടെ വലിയ പ്രത്യേകത. മാതൃഭാഷയിലെ സാഹിത്യകൃതികൾക്ക് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ പാഠഭാഗം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ. മഴയും മലരും മരവും കിളിയുമെല്ലാം മലയാളത്തിന്റെ അഴകും കരുത്തുമാണ്. ഡോക്ടർ വത്സലൻ വാതുശ്ശേരിയുടെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം എന്താണ്? ഓക്കെ, അപ്പോ ഡോക്ടർ വത്സലൻ വാതുശ്ശേരിയുടെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനത്തിൽ ആ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രധാന മാർഗം. അപ്പൊ അവിടെ തന്നെ കഥയുടെ പേരെന്താണ്? മാതൃഭാഷയും പരിസ്ഥിതി എന്നാണ്. അപ്പൊ അവിടെ എന്തായിരിക്കും? മാതൃഭാഷയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ഉത്തരം. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഓപ്ഷൻ ബി മാതൃഭാഷയുമായുള്ള ബന്ധം ബലപ്പെടുത്തുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം? അപ്പോൾ ഇവിടെ നേരത്തെ പോലെ പ്രസ്താവനകൾ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് ഓപ്ഷൻ വെച്ച് ചോദിക്കുന്നത്. ഒന്നാമത്തത്, ശന്തനു കണ്ട സ്വപ്നത്തിൽ പലതരം പക്ഷികൾ ഉണ്ടായിരുന്നു. അല്ലെ, കഥ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പലതരം പക്ഷികൾ ഉണ്ടായിരുന്നു, അത് ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു. ശരിയല്ലേ? അതും ശരിയാണ്. ഇനി മൂന്നാമത്തത്, ശന്തനു കണ്ട പക്ഷികൾ ഭംഗിയില്ലാത്തതും തൂവലുകൾ കൊഴിഞ്ഞതും ആയിരുന്നു. അങ്ങനെയായിരുന്നു? അല്ല, അത് റോങ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. അതെവിടെ കിടക്കുന്നു? ഓപ്ഷൻ എ 1ഉം 2ഉം ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത് ചുവടെ കൊടുത്ത 3A 3B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ 3A എഴുതാം. 3A പറയുന്നത് വിശകലന കുറിപ്പ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്തെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയെന്നും 3B അഭിപ്രായ കുറിപ്പ്. അപ്പോൾ അഭിപ്രായ കുറിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ പാഠഭാഗത്തോട് നമ്മുടെ അഭിപ്രായം, നമ്മൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് അതിനെ നമ്മുടെ അഭിപ്രായത്തെ സമർത്ഥിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കാനാണ് ഈ അഭിപ്രായ കുറിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഞാനിവിടെ 2ഉം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു. 3A വിശകലന കുറിപ്പ്. മനസ്സിന്റെ സംഗീതം മാതൃഭാഷ, മധുവാർന്ന വാക്കാണെൻ മാതൃഭാഷ, അറിവാം വെളിച്ചത്തെ തൂകിയെന്നും അഭിമാനമാകുമെൻ മാതൃഭാഷ. തന്നിരിക്കുന്ന വരികൾ വിശകലനം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഈ വരികളിന് നമ്മളൊന്ന് വിശകലനം ചെയ്യണം. അപ്പൊ അതിനെക്കുറിച്ച് എഴുതണം. എന്നിട്ട് മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് എഴുതണം. അത്രയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. മനുഷ്യന്റെ ഉള്ളിലെ വൈകാരിക തലത്തെ, അതായത് നമ്മൾ ആ തന്നിരിക്കുന്ന ഭാഗവും ഉൾക്കൊള്ളിച്ചു കൊണ്ട് വേണം എഴുതിക്കാൻ. അപ്പൊ എങ്ങനെ എഴുതാം? മനുഷ്യന്റെ ഉള്ളിലെ വൈകാരിക തലങ്ങളെ ഉണർത്തുന്ന മനോഹരമായ സംഗീതമാണ് മാതൃഭാഷ എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടും. തേൻ തുള്ളികൾ പോലെ മധുരമുള്ള വാക്കുകളാണ് നമ്മെ നമ്മുടെ ഭാഷയോട് അടുപ്പിക്കുന്നത്. നമ്മുടെ ഭാഷയുടെ വാക്കുകളുടെ സൗന്ദര്യത്തെയാണ് അവിടെ പറയുന്നത്. നമുക്ക് ആവശ്യമായ അറിവും വെളിച്ചവും പകർന്നു തരുന്ന മാതൃഭാഷ
ഓരോ വ്യക്തിക്കും ഒരുപോലെ അഭിമാനമാണ്. സ്വന്തം ഭാഷയിൽ ചിന്തിക്കാനും ആ ചിന്തകൾ മനോഹരമായി ആവിഷ്കരിക്കാനും ഓരോരുത്തർക്കും കഴിയുന്നു. മാതൃഭാഷയെ സ്നേഹിക്കേണ്ടതിന്റെയും അതിൽ അഭിമാനം കൊള്ളേണ്ടതിന്റെയും പ്രാധാന്യമാണ് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുതുക. കുറച്ചുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കി എഴുതാം. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആശയമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത് ഇതല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അഭിപ്രായക്കുറിപ്പ്. അഭിപ്രായക്കുറിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ അഭിപ്രായം എഴുതാനാണ്. ഓക്കെ, എന്താ തന്നിരിക്കുന്ന വരികള്? എന്റെ ഭാഷ എന്റെ വീടാണ്, എന്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്. അപ്പൊ അത് നമ്മുടെ മാതൃഭാഷയെ കുറിച്ച് തന്നെ പറയാം. എന്റെ ഭാഷ എനിക്കെല്ലാമാണ്, വീടാണ്, ആകാശമാണ്, നക്ഷത്രമാണ്, കാറ്റാണ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ആരുടെയാണ്? MD വാസുദേവൻ നായരുടേതാണ്. ഓക്കെ, മുകളിൽ കൊടുത്ത വരികളിലെയും മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു എന്ന പാഠഭാഗത്തിലെയും ആശയങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? MD വാസുദേവൻ നായരുടെ, അപ്പോൾ ഇത് MD വാസുദേവൻ നായരുടെ അഭിപ്രായമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെ പറയും? MD വാസുദേവൻ നായരുടെ അഭിപ്രായത്തിൽ മാതൃഭാഷ എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. വീട് നൽകുന്ന സുരക്ഷിതത്വവും ആകാശം നൽകുന്ന സ്വാതന്ത്ര്യവും വഴികാട്ടുന്ന നക്ഷത്രത്തിന്റെ തിളക്കവും കാറ്റ് നൽകുന്ന കുളിർമയും സ്വന്തം ഭാഷ നമ്മിൽ ഉണ്ടാക്കുന്നു. മാതൃഭാഷ നമ്മെ ചേർത്ത് നിർത്തുന്നു എന്ന പാഠഭാഗം വ്യക്തമാക്കുന്നത് പോലെ മാതൃഭാഷ നമ്മുടെ സംസ്കാരത്തിന്റെയും ജീവിത രീതിയുടെയും ഭാഗമാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്റർ കൂടെ ഇൻക്ലൂഡഡ് ആയി. ഓക്കെ, അത് മനുഷ്യരെ തമ്മിൽ മാനസികമായി അടുപ്പിക്കുകയും പ്രകൃതിയോടും സമൂഹത്തോടും തനിമയോടെ ആശയവിനിമയം നടത്താൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞൊക്കെ ഈ ഒരു ആശയത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്ത 4A 4B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, ഉത്തരം എഴുതുക. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ വീണ്ടും 4Aയും A എന്ന് പറയുന്ന കത്ത് തയ്യാറാക്കാനാണ്. അപ്പൊ നമുക്ക് അറിയാം, കത്ത് തയ്യാറാക്കുമ്പോൾ അതിന്റെ ഫോർമാറ്റ് അറിയാം. നമ്മൾ എന്താണ്, സ്ഥലം, തീയതി, പിന്നെന്താണ് ഫ്രം, അഡ്രസ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രിയ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞ് എഴുതുക. പിന്നെ ആദ്യം ഒരു അഭിസംബോധന പോലെ കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കണ്ടന്റ് എഴുതുക. അവസാനം എന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യണം. എന്നിട്ട് ആരാണ് എഴുതിയത് എന്നൊക്കെ പറഞ്ഞ് എഴുതി ഫലിപ്പിച്ച് ഇതൊക്കെ ഉൾക്കൊള്ളിക്കണം. നമ്മുടെ ടോപ്പിക് എന്താണ്? ശന്തനുവിന്റെ പക്ഷികൾ എന്ന പാഠഭാഗത്ത് നിന്ന് പക്ഷികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് എഴുതാനാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച ശന്തനുവിന്റെ പക്ഷികൾ എന്ന് പറഞ്ഞ ചാപ്റ്ററില് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി അതിനെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ടിനോട് എഴുതാനാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് കത്ത് എഴുതുമ്പോൾ നമുക്ക് സ്ഥലം വേണം, തീയതി വേണം അല്ലെ? അപ്പൊ സ്ഥലവും തീയതി എഴുതുക. എന്നിട്ട് സ്ഥലവും തീയതി എഴുതുക. എന്നിട്ട് എന്താണ്, ഞാനിപ്പോ സ്ഥലം ചെമ്പൂരിന്ന് കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ സ്ഥലമായതുകൊണ്ടാണ്, ഞങ്ങളുടെ ട്യൂഷൻ സെന്റർ ബ്രില്യൻസ് അക്കാഡമി ഉള്ള സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ചെമ്പൂര് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലമൊക്കെ മാറ്റി എഴുതാം. പിന്നെ ഒരു ഡേറ്റ് കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്താണ്, പ്രിയപ്പെട്ട സുഹൃത്തിന് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ സുഹൃത്തിന് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സുഹൃത്തിന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്യാം. ഇപ്പൊ പ്രിയപ്പെട്ട അതുലിന് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തിന് അവിടെ സുഖമെന്ന് കരുതുന്നു എന്ന് പറയാം. ഒരു കത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. എന്നിട്ട് എന്തിനാണ് നമ്മൾ ഈ കത്ത് എഴുതുന്നതെന്ന് ഫസ്റ്റ് പേരിൽ ഇങ്ങനെ പറയണം. അപ്പൊ പറയണം, ഞാൻ ഈ കത്തെഴുതുന്നത് ഞങ്ങൾ അടുത്തിടെ ക്ലാസ്സിൽ പഠിച്ച സക്കറിയയുടെ ശന്തനുവിന്റെ പക്ഷികൾ എന്ന കഥയെക്കുറിച്ച് പറയാനാണ് എന്ന് പറഞ്ഞ് എഴുതുക. ഇനി അടുത്തെന്താ കണ്ടന്റ് വരും, അത് കഥയെക്കുറിച്ച് പറയാം. ഈ കഥയിൽ ശന്തനു എന്ന കഥാപാത്രവും പക്ഷികളും തമ്മിലുള്ള ആത്മബന്ധമാണ് വിവരിക്കുന്നത്. പ്രകൃതിയിലുള്ള മനോഹരമായ പക്ഷികൾ മനുഷ്യന്റെ കടന്നുകയറ്റവും പരിസ്ഥിതി നാശവും കാരണം എത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുവെന്ന് കഥ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ കഥ പറയുന്നു എന്ന് പറയാം. ഓക്കെ, പക്ഷികൾക്ക് മരണമില്ലേ എന്ന ശന്തനുവിന്റെ ചോദ്യത്തിലൂടെ കടന്നു പോകുന്നതാണ് ഈ കഥ. പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ കഥ. സമയമുള്ളപ്പോ നീയും ഇത് വായിച്ചു നോക്കണം എന്ന് സ്നേഹത്തോടെ ആരാണോ പേര്, നിങ്ങളുടെ പേരങ്ങ് എഴുതിയാൽ മതി. ഇപ്പൊ ഞാൻ ദീപ ചാർവിന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേരങ്ങ് എഴുതി വെക്കുക. ഇനി ഇത് എഴുതാൻ അറിയാത്തവർക്കായി വായനാക്കുറിപ്പ് ഉണ്ടായിരുന്നു. 4B എന്താണ്? 4B വായനാക്കുറിപ്പാണ്. അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പക്ഷികളും ചെറുജീവികളും ചെടികളും മരങ്ങളും എല്ലാം നമ്മുടെ കണ്ണും കാതും മനസ്സും കവരാറുണ്ട്. ആ അത്ഭുത ലോകത്തെ വർണ്ണശബളമായ ഭാഷയിലൂടെ പരിചയപ്പെടുത്തിയ ശന്തനുവിന്റെ പക്ഷികൾ എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. ഇതുപോലെ
നിങ്ങൾ വായിച്ച മറ്റേതെങ്കിലും കഥയുടെ വായനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. അപ്പോൾ വായനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം കേട്ടോ, ഏതാണോ വായിച്ചത് അതുപോലെ. ഞാനിപ്പോൾ ഒരു മോഡലായിട്ട് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ കഥയുടെ വായനക്കുറിപ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേറെ ബുക്കാണ് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം പേരെഴുതി ഭൂമിയുടെ അവകാശികൾ വൈക്കം മുഹമ്മദ് ബഷീറാണ് എഴുതിയെന്ന് കൊടുത്തു. അതായത് രചയിതാവ് വൈക്കം മുഹമ്മദ് ബഷീർ. പിന്നെ അതിനകത്തുള്ള പ്രധാന പ്രമേയ തീം എന്ന് പറയുന്നത് പ്രകൃതിയും ജീവജാലങ്ങളും ആണെന്ന് കൊടുത്തു. ഇനി എന്ത് പറയാം, പ്രകൃതി മനുഷ്യന് മാത്രമുള്ളതല്ല, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഇതിൽ അവകാശമുണ്ട് എന്ന ആശയമാണ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. സ്വന്തം പറമ്പിലെ തേങ്ങയും പഴങ്ങളും മനുഷ്യർ മാത്രമല്ല കാക്കകളും പക്ഷികളും വവ്വാലുകളും ഉറുമ്പുകളും എല്ലാം അവകാശത്തോടെ അനുഭവിക്കുന്നു. അവയെയെല്ലാം ഉപദ്രവിക്കാതെ കൂടെ നിർത്തുന്ന കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാട് വായനക്കാരിൽ വലിയ ചിന്തയുണ്ടാക്കുന്നു. ലളിതമായ ഭാഷയിലൂടെ പ്രകൃതി സ്നേഹത്തിന്റെ പ്രാധാന്യം വ്യക്തുന്ന മനോഹരമായ കഥയാണിത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള ബുക്കിനെ കുറിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ അതിനകത്തുള്ള എന്താണ് പ്രധാന പ്രമേയം അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുക. എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ പോസ്റ്റർ ആണ്. പോസ്റ്റർ തയ്യാറാക്കാനുള്ളതാണ്. ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല്, നമ്മുടെ വികാരങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുന്നതിന് മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ. മാതൃഭാഷയെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം ഇച്ചിരി കോളമൊക്കെ വരച്ചിട്ട് നല്ല ബോൾഡ് ലെറ്ററിൽ എഴുതേണ്ടതുണ്ട്, വലുതാക്കി എഴുതാനുണ്ട്, ചെറുതായിട്ട് എഴുതാനുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള ആകർഷകമായ വാക്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ മോഡൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലും എഴുതാം. ഓക്കെ, മാതൃഭാഷ ദിനാചരണം, എന്റെ ഭാഷ എന്റെ അഭിമാനം എന്ന് കൊടുത്തു. പിന്നെന്താ, മാതൃഭാഷയിൽ ചിന്തിക്കുക, അഭിമാനത്തോടെ പറയുക, അമ്മയോളം മനോഹരം എന്റെ മാതൃഭാഷ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. ഏവരും പങ്കാളികളാവുക അല്ലെങ്കിൽ ഏവർക്കും സ്വാഗതം എന്നൊക്കെ കൊടുക്കാം. എന്നിട്ട് ആരാണോ അത് സംഘടിപ്പിച്ചപ്പോൾ സംഘാടകർ വിദ്യാരംഗം കലാസാഹിത്യവേദി എന്ന് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് ഒക്കെ ഉൾപ്പെടുത്തി സ്ഥലമൊക്കെ വെച്ച് അങ്ങനെയും തയ്യാറാക്കാം. ഓക്കെ, പിന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പിക്ചറൊക്കെ ഉൾപ്പെടുത്താം. അങ്ങനെയൊക്കെ നല്ല ആകർഷകമായ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 6ാമത്തെ ക്വസ്റ്റ്യൻ, ആസ്വാദനക്കുറിപ്പ്. അപ്പൊ എപ്പോഴും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആസ്വാദനക്കുറിപ്പ്. അപ്പൊ ഒരു കവിത അവിടെ തന്നിട്ടുണ്ട്. ആരുടെയും മധു ആലപ്പടമ്പിന്റെ മലയാളം, നമ്മുടെ മലയാള ഭാഷയെ കുറിച്ചുള്ള ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അത് വായിച്ചിട്ട് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ, അതായത് നിങ്ങൾ ആ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആ കവിതയുടെ ആ വരികളുടെ അർത്ഥതലങ്ങൾ പറയണം. പിന്നെ അത് നിങ്ങൾ എങ്ങനെ ആസ്വദിച്ചു, ആദ്യം അതിനു മുന്നേ എഴുതേണ്ട ആരാണ് എഴുതിയെന്ന് പറയണം. എന്നിട്ട് ആ കവിതയുടെ അർത്ഥങ്ങൾ വ്യക്തമാക്കണം. പിന്നെ അത് കഴിഞ്ഞ് അത് നിങ്ങൾ എത്രത്തോളം ആസ്വദിച്ചു, നിങ്ങളുടെ അഭിപ്രായം അതൊക്കെ ചേർത്തുകൊണ്ട് ഒരു കൺക്ലൂഡ് ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ഓക്കെ, ഇനി കവിതയിൽ പോയറ്റിക് ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോ കവിത ഇതാണ്. കിളിമൊഴിയാലെ ചിരിതൂകി കനവിലുണർന്നു കളിതൂകി നിലവിലലിഞ്ഞു പകർന്നേകി അമ്മ പകർന്നൊരു മലയാളം, മധുമൊഴി ചിതറും മലയാളം, മനമിതിലൊഴുകും മലയാളം, അമ്മിഞ്ഞപ്പാൽ മലയാളം എന്നുള്ളതാണ് കവിത തന്നിരിക്കുന്നത്. ഈ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മധു ആലപ്പടമ്പ് രചിച്ച മലയാളം എന്ന കവിത മാതൃഭാഷയായ മലയാളത്തിന്റെ ഭംഗിയും മാധുര്യവും മനോഹരമായി ആവിഷ്കരിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞൊരു ഇൻട്രോ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്താണ് ആ വരികളുടെ അർത്ഥം കൊടുക്കുക. അമ്മ പകരുന്ന അമ്മിഞ്ഞപ്പാലിന്റെ മധുരത്തോടും പരിശുദ്ധിയോടുമാണ് കവി തന്റെ മാതൃഭാഷയെ ഉപമിക്കുന്നത്. കിളികളുടെ മൊഴി പോലെ ഇമ്പമുള്ളതാണ് മലയാളം. നമ്മുടെ കനവിലും കനവിലെന്ന് പറഞ്ഞ സ്വപ്നത്തില്, നിലവിലെന്ന് പറഞ്ഞ ചിന്തയില്. അപ്പൊ നമ്മുടെ കനവിലും നിലവിലും ഒരുപോലെ ലയിച്ചു ചേർന്ന് അത് സന്തോഷം നൽകുന്നു. മനസ്സിൽ തണുപ്പും കുളിർമയും തരുന്ന സംഗീതം പോലെ ഒഴുകുന്നതാണ് നമ്മുടെ ഭാഷ എന്ന് വരികളിലൂടെ കവി വ്യക്തമാക്കുന്നു. വളരെ ലളിതവും സംഗീതാത്മകവുമായ പദപ്രയോഗങ്ങളാണ് കവി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പോയറ്റിക് ഡിവൈസസ് പറയണം, ആ കവിതയുടെ ഭംഗി, കാവ്യ ഭംഗിയൊക്കെ പറയുകയാണ്. കിളിമൊഴി, മധുമൊഴി, അമ്മിഞ്ഞപ്പാൽ തുടങ്ങിയ വാക്കുകൾ കവിതയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു. പ്രാസഭംഗിയുണ്ട് അല്ലെ, ചിരി തൂകി, കളി തൂകി, അങ്ങനെയൊക്കെ. അപ്പോ പ്രാസഭംഗിയും ഈരടികളുടെ ഈണവും വായനക്കാരിൽ മാതൃഭാഷയോടുള്ള സ്നേഹവും അഭിമാനവും വളർത്താൻ പോകുന്നതാണ് എന്ന് പറഞ്ഞ് ഈ ഒരു ആശയം കിട്ടത്തക്ക രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഓണം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ കീയും. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ ചാനലിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവര് അതുകൂടെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവീസ് സൈനിങ് ഓഫ്.